എന്താ ടേസ്റ്റ് ഉള്ളത് കഴിച്ചിരിക്കാം. അതല്ലേ എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല. കുപ്പൊക്കെ ഒരുമാതിരി കെട്ട ടേസ്റ്റ് അടിക്കും. ഞാനോട് പറഞ്ഞ എനിക്ക് വേണ്ട എന്താണെന്ന് അറിയില്ല ചേച്ചി. ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോട്ടോബോട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ബസ്സല്ല പോയത്. ഓക്കെ, അപ്പം നമ്മുടെ ഇത് ഇങ്ങനെ നമ്മളൊരു കാറിൽ ഇരുന്നുകൊണ്ടുള്ള ഒരു ചർച്ച നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മൾ മുന്നൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ നമ്മൾ മെയിനായിട്ട് B6 എന്ന് പറയുന്ന പുതിയ നമ്മുടെ വാഹനത്തിനെ പറ്റിയുള്ള കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളാണ്. ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ തുടങ്ങുകയാണ്. ഞങ്ങൾ ഇതിനെപ്പറ്റി ഭയങ്കര അഗ്രഗണ്യരോ അങ്ങനെയൊന്നുമല്ല, ഒരു സാധാരണക്കാരാണ്. നമുക്കറിയാവുന്ന, നമുക്ക് തോന്നിയിട്ടുള്ള കുറെ തോട്ട്സ് ആണ് ചില ബ്രാൻഡ്സിനെ പറ്റിയിട്ടും ചില വാഹനങ്ങളെ പറ്റിയിട്ടും, അല്ലേ? പിന്നാലെ നടക്കുന്നുള്ളൂ, വാഹനങ്ങളുടെ പിന്നാലെ നമ്മൾ നടക്കുന്നുള്ളൂ. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയാ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത്. നമ്മൾ പല 3 പേരും 3 എന്താ പറയാ മേഖലയിലുള്ള ആൾക്കാരാണ്. ഞാൻ ഇപ്പൊ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് 3 പേരെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി രണ്ടാമത് പരിചയപ്പെടാം. ആൾ എക്സ്പെർട്ട് ആണ് കേട്ടോ. അല്ല, ഞങ്ങള് 2 ആൾക്കാർ ഇതിന് മേലെ നിക്കണ്ടെങ്കിൽ മീൻസ് ഒരാളെ കണ്ടിട്ടാണ് നിക്കണത്. അതിന് മേലെ ആളാണ് ഞങ്ങളെ എന്താണ്, എന്ത് ദൈവമാണ്, ആരെ സാധനമാണ് മൂപ്പരെ. ഇതാണ് നമ്മളെ മനസ്സിലായോ? ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചല്ലേ. അപ്പൊ നമ്മള് അതൊക്കെ പോട്ടെ, കണ്ണിലുണ്ണിയാണ് അതാണ് സംഭവം. ഞാൻ പറഞ്ഞു പറയിപ്പിച്ചല്ല. ഓക്കെ, സംഭവം നമ്മൾ ഇതിനോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് ഇതിന് ഇറങ്ങിയത്. അത് വേറെ, അതിൽ വേറെ സംശയം. നമ്മൾ വേറെ 3 പേരും 3 പ്രൊഫഷൻ ആണെങ്കിൽ കൂടി ഈ ഒരു ഇതിനോടുള്ള ഒരു ക്രേസ് നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയിട്ടുള്ളത്. അതിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടിയ സമയമുണ്ട്, ഒന്നും കിട്ടാതെ വട്ടപൂജ്യത്തിൽ നിന്ന് സമയമുണ്ട്. വട്ടപ്പം ചോദിക്കുകയാണെങ്കിൽ ഒരു 3 മാസം മുന്നേ വട്ടപൂജ്യം തന്നെ ഞങ്ങള് തുടങ്ങാണ്. മീൻസ് ഞങ്ങള് ഇപ്പോഴാണ് നല്ലപോലെ ഒന്ന് കൂടിയിട്ട്, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തുടങ്ങി ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതെ, അപ്പൊ നിങ്ങള് ഒരു ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തിട്ടും ഒക്കെ ഇപ്പൊ തന്നെ തീർന്നേനെ. സപ്പോർട്ട് ചെയ്യാം. ഒരു ലോറി ഞങ്ങളെ ലൈക്ക് ചെയ്യാനാണ് വന്നു. സബ്സ്ക്രൈബ് ചെയ്യാം. ഭാഗ്യത്തിന് ബെല്ലൈക്കൺ പൊട്ടറൊക്കെ പൊളിയാല്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇന്ന് നമ്മള് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഷോറൂമിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഇറങ്ങിയതാണ്. നമ്മള് മലപ്പുറം ജില്ലയിലാണ്. ആ വീഡിയോന്റെ കണ്ടിന്യൂഷൻ സെയിം റൂട്ടാണ്, സെയിം ഡ്രസ്സാണ്. അന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കിയാണ് പറയാം. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മളവിടെ ടൊയോട്ട ഹയാസിന്റെ ഷോറൂം ഉണ്ട്. പറ്റിയെങ്കിൽ നമുക്ക് ഇറങ്ങി നോക്കാം, അല്ലെ? അത് ചെയ്യാം. വില്ലിംഗ് ആണെങ്കിൽ നമുക്ക് ചെയ്യാം, വീഡിയോ ചെയ്യാം. ഓക്കെ, നിങ്ങൾ വിചാരിക്കണം ഞാൻ എന്തെങ്കിലും വെന്നൊന്നും എടുക്കണത്. കുടിച്ചില്ല, പാവം. ഡെഡിക്കേഷൻ നിങ്ങൾ ഡെഡിക്കേഷൻ കാണിക്കാൻ വേണ്ടിയാണ് വിചാരിക്കുന്നത്. അതല്ല സംഭവം. സത്യം പറഞ്ഞാല് രാവിലെ കാപ്പി ഒന്നും കുടിച്ചില്ല. ഇപ്പൊ വരണ വഴിക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഒരു ബണ്ണാണ് കഴിച്ചത്. ഒന്നല്ല 3. ഓക്കെ, 3 ബണ്ണ് കഴിച്ചാലാണ് നമ്മളൊരു വീഡിയോ എടുക്കാൻ പോകും. വിഷയത്തിന് റിവ്യൂ അല്ല, കാറിന് റിവ്യൂ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന ഒരു കാര്യം, വേറെ കാര്യം ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഇന്ന് പോകുന്ന ഷോറൂമിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം നമ്മളെ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു 100 സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ മിക്ക ഷോറൂമുകളിലും ചെന്ന് ഇങ്ങനെ റിവ്യൂ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വേണ്ട, എന്താ പറയാ, നമ്മൾ അധികം നല്ല സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഉള്ളവർക്ക് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആര് കാണാനാണ്, അങ്ങനെ സംസാരിച്ച ആൾക്കാരുണ്ട്. അതൊക്കെ അവരുടെ ഒരു ബിസിനസ് ഇതാണ്. മുൻവിധി എഴുതും. അതെ, അപ്പൊ അങ്ങനെ ചെയ്ത ഒരു ഭാഗം ആൾക്കാരുണ്ട്. ഓക്കെ, അത് അവരുടെ ബിസിനസിന്റെ ഭാഗമായിരിക്കും, നമുക്ക് അവരെ തെറ്റു പറയാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ ഇന്ന് നമ്മൾ പോകുന്ന ഒരു ഷോറൂം ഡിലക്സ് ഷോറൂമാണ്, മലപ്പുറം ജില്ലയിലാണ്. ഓക്കെ, അപ്പൊ അവിടുത്തെ ഒരു പ്രത്യേകത, ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തു, നമുക്ക് ഒരു വണ്ടി പൂർണ്ണമായിട്ട് ഷോറൂം. എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് മീൻസ് അവര് നമ്മളെ സൽക്കാരിക്കുന്ന രീതി ഉണ്ടല്ലോ. അതെ, ഫുഡ് സാമ്പത്തികമായിട്ടല്ല, ഞങ്ങളങ്ങനെ ചോദിച്ചിട്ടില്ല. അത്രയും നല്ല വണ്ടികൾ നമ്മളെ കയ്യിൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ വരെ നമുക്ക് ഓർമ്മയില്ല. നമ്മള് ഒന്നും അല്ലാത്ത സമയത്ത് ഒരു ഓടി നല്ല വണ്ടി, നല്ല പഴം പോലത്തെ വണ്ടി നമ്മളെ കയ്യിൽ. നിങ്ങൾ എന്താന്ന് വെച്ചാൽ അയക്കോന്നുള്ള രീതിയിൽ നമുക്ക് അത്രയും സപ്പോർട്ട്. 5 വണ്ടി ഉള്ളവരെ വരെ ഞങ്ങളെ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ അത്രയും വിശ്വസിച്ചെടുക്കാനും പറ്റും കേട്ടോ. കാരണം അത്രയും ചെയ്തു തന്നൊരു മനുഷ്യൻ. അതെ, കൂടത്തില് നമുക്ക് സത്യമായിട്ട് പറയാം. വേറെ പൈസ ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല, അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇല്ല. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അതെ,
അല്ല അവര് വാങ്ങി തന്നോണ്ടാണ് അത് പറയുന്നത് വിചാരിക്കരുത്. നമുക്ക് അങ്ങനെ ഒരു ഇത് തോന്നി. എല്ലാ തവണയുമായി തന്നു. ഞങ്ങൾക്ക് തന്നെ തോന്നി, മീൻസ് ഞങ്ങളെ കുറച്ചും ട്രസ്റ്റബിൾ ആണല്ലോ. അതെ മീൻസ് മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ഇത് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചാനലിന്റെ ഒരു വളർച്ച എവിടെ എങ്ങനെ വന്ന് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങളടുത്ത് പറഞ്ഞേ ഉള്ളൂ. ഇതിനൊക്കെ അപ്പുറം നിങ്ങൾ നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് കാണുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അല്ലേ? അതത്രേ ഉള്ളൂ. ഇപ്പൊ ആരും നമ്മൾ എത്ര വലിയ വീഡിയോ, ഇപ്പൊ ഏത് ഓഡിയായാലും ബെൻസായാലും വീഡിയോ നമ്മൾ ഇട്ടിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ പിന്നെ അതിലൊരു കാര്യം ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇല്ല. അപ്പൊ അതെ, നമുക്കത് ചെയ്യാനുള്ള ഒരു താല്പര്യമില്ല. അപ്പൊ നിങ്ങളത് കാണുന്നത് കൊണ്ടും കമന്റ്സുകളൊക്കെ അറിയിക്കുന്നത് കൊണ്ടും മാത്രമാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ അതിനെല്ലാവർക്കും നന്ദി പറയാണ്. അത് ഇനിയും തുടരണം എന്നും കൂടെ പറയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞ് കാട് കയറി പോയാൽ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ അന്ന് നിർത്തിയിടത്ത് നമുക്ക് തുടങ്ങാം, അല്ലെ? മാരുതിയാണ് നമ്മുടെ ടോക്കിംഗ് പോയിന്റ് വന്നത്. ഓക്കെ, മാരുതി നമ്മളിപ്പോ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യം അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന വാഹനം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഓടിച്ചോണ്ടിലും അതാണ് ഇതിന്റെ പോയിന്റ്. ഓക്കെ, അപ്പം ഇതാണ് ഓരോരോ ഇപ്പൊ യാദർശേട്ടനായാലും ആദർശേട്ടന്റെ മെന്റാലിറ്റിയാണ് ഓരോരോ മലയാളികൾക്കുള്ളത്. ഈ വണ്ടി ഓടിക്കുകയും ചെയ്യും. ഞാൻ കുറ്റോറില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഈ വാഗണർ എടുത്തു? അതാണ് എന്റെ ഇത്രയ്ക്കും വണ്ടിയുടെ എത്രയ്ക്കും എന്താ പറയാ അറിവുള്ള ആള് അല്ല, എത്രയ്ക്കും മീൻസ് ഞാൻ കണ്ടെടുത്തോളം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പുച്ഛത്തിനോടോ സുഖത്തിനോടോ. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു വണ്ടി എടുത്തു? വാഗണർ എന്ന വണ്ടി എന്തുകൊണ്ട് എടുത്തു? ഓക്കെ, ഞാൻ ഈ വണ്ടി എടുത്തത് 2014 കാലഘട്ടങ്ങളിലാണ്. ഓക്കെ, ആ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചു കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോ ഇപ്പൊ എന്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരു അധ്യാപകനായിരുന്നു. ഓക്കെ, അപ്പം പുള്ളി ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം എന്തുകൊണ്ട് വാഗ്നർ എന്നുള്ള ചോദ്യത്തിന് വേണമെങ്കിൽ എനിക്ക് നിസ്സാരമായിട്ടും ഉത്തരം പറയാൻ ഞാനൊരു ഇന്ത്യക്കാരനായതുകൊണ്ട് എന്ന് വേണം പറയാം. കാരണം അത്രയ്ക്ക് രാജ്യസ്നേഹമല്ല. ഈ രാജ്യസ്നേഹം എന്ന് പറയുന്ന സാധനമല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് വാഗ്നർ. എത്രയോ വർഷങ്ങളായി. അതെ, ഇന്ത്യയിൽ. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഉത്തരം അതുകൊണ്ട് പറയട്ടെ. മൂപ്പര് പണ്ടത്തെ കാലത്തിന്റെ കാര്യമാണ് പറയണത്. എനിക്ക് ഇതിനെ ഡിഫെൻസ് ചെയ്യാനുള്ള സാധനം എന്റെ അടുത്തുണ്ട്. സോ നിങ്ങളിത് പുള്ളി കേൾക്കൂ, ഞാൻ പറഞ്ഞുതരാം. അവിടെ നിൽക്കട്ടെ, അവസാനം ചോദിക്കാനുള്ള ചോദ്യമാണ്. അപ്പം ഓക്കെ, അപ്പൊ ഞാൻ എനിക്ക് ഉത്തരം വേണമെങ്കിൽ നിസ്സാരമായിട്ട് അങ്ങനെ പറയാം. ഏറ്റവും കൂടുതൽ സെയിൽസ് ഉണ്ടായിരുന്ന ഒരു വാഹനമാണ്. അപ്പൊ ആ വണ്ടിക്ക് അതിനായിട്ടുള്ള ക്വാളിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് സെയിൽസ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, പക്ഷെ എന്റെ ഒരു മൈൻഡിൽ സത്യം പറഞ്ഞാല് ഇപ്പൊ ഒരു വണ്ടി എടുക്കണം എന്നുള്ള ഒരു ഐഡിയ വന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു നമുക്കൊരു ഒരു കാർ എടുക്കാം. അങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മൾ ആദ്യം കുറെ യൂസ്ഡ് കാർ നോക്കി. അപ്പൊ യൂസ്ഡ് കാർ നോക്കിയപ്പോഴും മെയിൻലി ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ 800 ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാനും കരുതി ഓക്കെ 800 എടുക്കാം. എന്നിട്ട് കുറച്ച് ഡ്രൈവിംഗ് പഠിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല ആ ഒരു സമയത്തുള്ള ഒരു നല്ല വണ്ടി നോക്കി എടുക്കാം. എന്നിട്ട് 800 കൊടുക്കാതെ അതൊന്ന് മോഡിഫൈ ചെയ്തിട്ട് നല്ല വീലൊക്കെ നമ്മളെ കൺസ്യൂമർ കൊണ്ട് നടക്കാം. ആ ഒരു മൈൻഡിലൊക്കെ ഒരുപാട് 800 ഒക്കെ പോയി നോക്കി. പക്ഷേ അച്ഛന് അധ്യാപകനായതുകൊണ്ടോ എന്തോ അച്ഛനങ്ങനെ യൂസ്ഡ് വാഹനങ്ങൾ എത്ര നോക്കിയിട്ട് അങ്ങോട്ട് ദഹിക്കണില്ല. വണ്ടി പോരാ. അങ്ങനെ ഫൈനലി നമ്മള് തപ്പി ഒന്നും കിട്ടാതിരുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു ഓക്കെ എന്നാ നമുക്കൊരു പുതിയ വണ്ടി അങ്ങ് എടുക്കാം. പിന്നെ ഇത് ഇപ്പൊ മറ്റേത് കൊടുത്ത് വേറെ വണ്ടി വാങ്ങണ്ട. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു സമയത്ത് ഇത് ഓൺ റോഡ് ബോഡി ഷോപ്പാട്ടോ. അത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഷോറൂമാണ്. ബോഡി മേക്കിംഗ് മലപ്പുറത്ത്. വണ്ടിയൊക്കെ തിരിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് അവിടെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാണ് ആ ഒരു സംഭവം. അപ്പൊ ഞാൻ എന്റെ ഒരു പേഴ്സണൽ ചോയ്സിലായിരുന്നെങ്കിൽ ഞാൻ അന്ന് എടുക്കാന്നിരുന്നത് പോളോ ആയിരുന്നു. അതെ, വോക്സ്വാഗൻ പോളോ. ആ ഒരു സമയത്ത് 2014 കാലഘട്ടത്തിൽ. കാരണം 2010 മുതൽ ഈ വാഹനം ഒരേ വണ്ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം കണ്ടു കഴിഞ്ഞാൽ ഒരേ മോഡലാണ്. ഒന്ന് മോഡിഫൈ ചെയ്ത് എടുത്ത് നാലാലോയൊക്കെ ഇട്ട് കഴിഞ്ഞാലേ ആ വണ്ടി ഇപ്പോഴും അടിപൊളിയാണ്. അതേ ലുക്ക് തന്നെയാണ് വണ്ടി ഇപ്പോഴും. 2010 ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പൊ എന്റെ മനസ്സിലതായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മൾ എന്റെ ഒരു ഇഷ്ടത്തിന് പോയി എടുക്കണമെങ്കിൽ എനിക്ക് ആ സമയത്ത് ജോലിയും എന്ത് വേണം കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ അതൊന്നും ഇല്ലായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയം. ഓക്കെ, ആ സമയത്ത് അല്ല, ഞാൻ എഞ്ചിനീയറിംഗ് അപ്പൊ ആ ഒരു സമയത്ത് അച്ഛൻ ഓക്കെ എന്റെ ഐഡിയ അതായിരുന്നു പോളോ എടുക്കാം. ഓക്കെ, അപ്പൊ അച്ഛൻ പറഞ്ഞു ഇല്ല നമുക്ക് എന്താ പറയാ ഏതൊരു യൂഷ്വൽ ഒരു ഇന്ത്യക്കാരൻ ചിന്തിക്കുന്ന പോലെ മെയിൻ്റനൻസ് കൂടുതലാണ്.
ഓക്കെ മെയിൻ്റനൻസ് കൂടുതലാണ് എന്നുള്ളൊരു സംഭവം വന്നപ്പോൾ അച്ഛൻ മുഖം ചൊളിച്ച് എന്തായാലും ആ ബ്രാൻഡ് വേണ്ട, മാരുതി മതി എന്നുള്ളൊരു സംഭവം, മെയിൻ്റനൻസ് കുറവാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു സമയത്ത് സ്വിഫ്റ്റ് ആണ് പ്രിഫർ ചെയ്തത്. നമ്മളങ്ങനെയാണല്ലോ, നമ്മൾ ഹൈയല്ല നോക്കും. സ്വിഫ്റ്റ് നോക്കിയ സമയത്ത് എന്ത് പറ്റി, വണ്ടി നല്ല വണ്ടിയൊക്കെയാണ്, പക്ഷേ സാമ്പത്തികം എന്നുള്ള വിഷയം അവിടെ ഒരു വില്ലനായി വന്നു. അച്ഛൻ ആ സമയത്താണ് ഈ അൾട്ടോ 800 എന്ന് പറയുന്ന സാധനം വന്നത്. എനിക്കാണെങ്കിൽ അത് കണ്ടായി എനിക്കിഷ്ടമല്ല. കാരണം എന്താ, അൾട്ടോ അല്ലടാ, ആ സമയത്താണ് അൾട്ടോ 800 വന്നത്. പഴയ അൾട്ടോ അടിപൊളി, ലോഡ് അൾട്ടോ എന്നൊക്കെ പറയുന്നത് ആ അൾട്ടോ അടിപൊളി വണ്ടി. അത് നമ്മൾ യൂസ് കുറെ പോയി നോക്കിയതൊക്കെ അത് നല്ല വണ്ടിയാണ്. പക്ഷെ ഈ അൾട്ടോ 800 എന്തോ ചിലപ്പോ നല്ല വണ്ടിയായിരിക്കും, എനിക്ക് ആ ഒരു ലുക്ക് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എടുത്തില്ല. അത് പഴയ വണ്ടി, അത് നല്ല വണ്ടിയാണ്, അതിൽ വേറെ സംശയമൊന്നുമില്ല. അപ്പം അച്ഛൻ ആ ഒരു വണ്ടിയിൽ എന്ത് ചെയ്തു, സ്റ്റിക്ക് ഓൺ ചെയ്തു, ആ വണ്ടി മതി ആൾട്ടോന്. അപ്പൊ ഞാൻ കരഞ്ഞ് പിടിച്ച് സ്വിഫ്റ്റിലേക്ക് എത്തണമില്ല വണ്ടി. അപ്പൊ അതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള വണ്ടിയാണ് വാഗ്നർ. അങ്ങനെയാണ് നമ്മളെ രണ്ടുപേരുടെ വാഗ്നറിൽ എത്തിയത്. അങ്ങനെ ഈ വണ്ടിയിലാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതും വീഡിയോ എടുക്കുന്നതും ഒക്കെ. നമ്മളെ ഏകദേശം ഒരുപാട് കിലോമീറ്റർ ഒന്നും ആയില്ല, 10-60 കിലോമീറ്റർ എന്തോ ആയിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും നമ്മുടെ എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. ഏകദേശം 10-11 വർഷമായി ഈ വണ്ടി ഉപയോഗിക്കുന്നത്. എനിക്ക് വണ്ടിയിൽ പോരായ്മകൾ ഇഷ്ടം പോലെ തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് ഇപ്പൊ മാരുതിയുടെ ക്വാളിറ്റി പ്രശ്നങ്ങള്, അതായത് നമ്മൾ വണ്ടിയുടെ ഡോർ തുറക്കുമ്പോൾ തന്നെ അറിയാം ഒരു ഫീൽ ഇല്ല വണ്ടി. ഓക്കെ, പലയിടത്തും ക്വാളിറ്റി പ്രശ്നങ്ങൾ, പ്ലാസ്റ്റിക്സിലും കാര്യങ്ങളൊക്കെ ക്വാളിറ്റി വിഷയങ്ങളാണ്. പക്ഷെ നല്ല സ്പേസ് ഉണ്ട്, നമുക്ക് ഉയർന്നിരിക്കാൻ പറ്റും. ഇങ്ങനെ ഇരുന്ന് ഇപ്പൊ പ്രായമായൊരു പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മള് വയസ്സായിട്ടുള്ള അമ്മൂമ്മ ഇപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരന്റെ അവൻ കൊണ്ടുപോയിട്ട് അവൻ സ്വിഫ്റ്റ് ആണ് യൂസ് ചെയ്തത്. അപ്പൊ ഈ ഹോസ്പിറ്റൽ സമയത്ത് ഒരിക്കലും അവന് വണ്ടി ഇല്ലാത്ത സമയത്ത് നമ്മളെ വണ്ടി ഉണ്ടായി. അപ്പൊ പ്രായമായവർ ഒരിക്കൽ വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാല് കയറി ഇരിക്കാനൊക്കെ എളുപ്പമാണ്. അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ തന്നെ ഈ വണ്ടിയുടെ ഫ്യൂവൽ എഫിഷ്യൻസി നോക്കിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ. അപ്പൊ നമുക്ക് അത്യാവശ്യം 18-20 മൈലേജ് കിട്ടി. അതൊക്കെ ഒരു ഡ്രൈവിംഗ് സംഭവമാണ് കേട്ടോ, വണ്ടി ഓടിക്കുന്ന പോലെ ഇരിക്കും. അപ്പം ആ ഒരു കാര്യത്തിലൊക്കെ ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഉള്ളത് ഈ ഒരു പ്രശ്നങ്ങൾ, ക്വാളിറ്റി പ്രശ്നങ്ങൾ, അതുപോലെ സർവീസ് ഒക്കെ ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ ക്വാളിറ്റി ഇഷ്യൂ, അതുപോലെ എന്താ പറയാ, പവറിൽ നല്ല കുറവുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. അതുണ്ട്, ഞാൻ ഓടിച്ചതാണ്. നീ മറ്റേ വണ്ടി ഉപയോഗിച്ചിട്ട് ഇത് വരുമ്പോ തീർച്ചയായിട്ടും വണ്ടി വീഡിയോ ഉണ്ട് കേട്ടോ. എനിക്ക് എന്റെ പേഴ്സണൽ ടേസ്റ്റ് ഒരു വീഡിയോ കാറിനെ പറ്റി പറയാനുണ്ട്. ഇവരെല്ലാരും പുച്ഛിക്കുന്ന ഒരു കാറാണ് അത്. ഞാൻ പറയും, ഞാനിപ്പോ റീൽ ചെയ്യുന്നത് ആ സാധനം ഞാൻ പറയും എന്തായാലും. അതൊരു വണ്ടിയാണ്, 1.5 വണ്ടിയാണ്. എന്റെ ഫസ്റ്റ് വണ്ടിനെ പറ്റി എനിക്ക് റിവ്യൂ ചെയ്യണം, അതും ചെയ്യണ്ട്. ഞങ്ങളെ ഫസ്റ്റ് യാത്രയുടെ ഫസ്റ്റ് ട്രിപ്പിനെ പറ്റിട്ട്. അപ്പൊ അത്രയാണ് ഇതിന്റെ ഒരു സംഭവം. നമ്മൾ ഈ വണ്ടിയിൽ ഹാപ്പിയാണോ ചോദിച്ചാൽ ഹാപ്പിയാണ്. പക്ഷെ അന്നത്തെ ഒരു സ്വിഫ്റ്റ് എടുക്കാത്തതിൽ എനിക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. ഞാൻ പറയണ വെച്ചാൽ ഞാൻ സ്വിഫ്റ്റ് എടുക്കാത്തത് പഴയ വണ്ടിയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ചോദ്യം എനിക്ക് മൂപ്പരോട് ചോദിക്കാണ്ട്. മൂപ്പർ ഈ സ്വിഫ്റ്റ് എന്ന വണ്ടി എടുത്തത് ഒരു 2012-13 കാലഘട്ടത്തിൽ, വാഗ്നർ എടുത്തത് 2011-12 കാലഘട്ടത്തിൽ. അത് എടുത്താൻ കാരണം എന്താ വെച്ചാൽ മൂപ്പർക്ക് അത്ര നോളേജ് ഇല്ലായിരുന്നു, ഒരു സംഭവം ഇല്ലായിരുന്നു, അതിനെ പറ്റിട്ട് ഒന്നാമത് ബഡ്ജറ്റ് ഇല്ലായിരുന്നു. അതൊക്കെയായിരുന്നു മൂപ്പർ പറഞ്ഞ മെയിൻ റീസൺ. പക്ഷെ ഞാൻ ഇപ്പം ചോദിക്കുന്നു, 2022 നിങ്ങൾ എന്തുകൊണ്ട് എക്സ്പ്ലോസ് കൊണ്ടെടുത്തു? എന്തുകൊണ്ടെടുത്തു? 22-ലോ 2022 എടുത്തത് എക്സ്പ്ലോസ്? അല്ല, എക്സ്പ്ലോസ് നമ്മൾ എടുത്തത് 2018. ഓ, അത്ര കൊല്ലായി എടുത്തിട്ട്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് അത് എടുത്തു? അതാണ് എന്റെ ചോദ്യം. അതിൽ നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് നോളജ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ക്യാഷ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ആ വണ്ടിക്ക് നിങ്ങൾക്ക് എക്സ്പോർട്ട് വരെ കിട്ടും. എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു വണ്ടി എടുത്തു? അതാണ് ഈ സുസുക്കിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഫാൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് ഞങ്ങളുടെ എന്താണ് വ്യക്തിപരമായിട്ട് മാത്രമേ ഉള്ളൂ. പൊട്ട തെറ്റായിരിക്കും, 100% ഉറപ്പാണ്. ഓക്കെ, അപ്പൊ എക്സ്ക്രോസ് എന്തുകൊണ്ട് എടുത്തു? അതൊരു ചോദ്യമാണ് അല്ലേ. അതിന്റെ ഉത്തരം ഞാൻ പറയാം, നമുക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞാലും. അടുത്ത വീഡിയോ പറയാം. സോ ഓക്കെ, നമ്മുടെ ഒരു ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഷോറൂം, നമ്മൾ പറഞ്ഞ ഡിലക്സ് ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് രാവിലെ നേരത്തെയാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ ആൾക്കാരുണ്ടോന്ന് അറിയില്ല. ഇന്നോവ, അതുപോലെ ഫോർച്യൂണർ, MG, അത്യാവശ്യം വണ്ടികളുണ്ട്.
ഓക്കെ എല്ലാ കാലത്തും ഇവിടെ ഉണ്ടാവും. ഇവര് വേറെ ഷോറൂം കൂടി തുറന്നാ പറഞ്ഞത് ഉണ്ടല്ലേ? അന്ന് പറഞ്ഞിരുന്നു പുതിയ ഷോറൂം തുറക്കണ്ടെന്നൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഷോറൂംസിലെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. സമ്മതിക്കായിരിക്കില്ലേ ആദ്യം പറഞ്ഞിട്ടൊക്കെ. എന്തായാലും കേറി നോക്കട്ടെ. അവിടെ ആൾക്കാരെ കാണുന്നുണ്ട്. ഇപ്പൊ സമയം ഏകദേശം 10 മണിയില്ലേ? 10 മണി നിങ്ങൾ കേറണ്ട്. അപ്പം കഴിഞ്ഞ വീഡിയോ പറഞ്ഞ മാതിരി തന്നെ ഇനിയും എന്താ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിന്റെ ഒരു കാറിനെ പറ്റി എനിക്കൊരു പേഴ്സണൽ കാര്യം ഒരു കാറിനെ പറ്റി പറയാനുണ്ട്. വളരെ വ്യക്തമാക്കി പറഞ്ഞുതരാം. അപ്പം ഞങ്ങൾ ഇപ്പത്തേക്ക് എന്താ ഇപ്പൊ നമ്മള് വീഡിയോ പറയുകയാണ്. അപ്പം നേരത്തെ പറഞ്ഞ ഇതുവരെ സൈറ്റ് ചെയ്ത് താങ്ക് യു. അപ്പൊ എല്ലാവരും സൈനിങ് ഔട്ട്.